ഹലോ നമസ്കാരം. ഞാൻ രമേഷ് പി നായർ, മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിക്ക് വളരെ അടുത്തായി കാതിക്കുടം എന്ന സ്ഥലത്ത് അതിസുന്ദര മനോഹരമായ ഒരു വീടാണ്. വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ. ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 100 മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 9.5 സെന്റ് സ്ഥലത്ത് 2950 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി പണി കഴിപ്പിച്ചിട്ടുള്ള, അതും കേവലം വെറും 4 വർഷം മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു പോകുന്നത്. ഈ വീടിന് നല്ല വലിപ്പമുള്ള, നല്ല ഹൈറ്റിലുള്ള ഒരു കോമ്പൗണ്ട് വാളാണ് കൊടുത്തിട്ടുള്ളത്. മുൻഭാഗത്തായി ഗ്രില്ല് വർക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് കോമ്പൗണ്ട് വാളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി 2 വലിയ ഫോൾഡിംഗ് ഗേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായി ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റ് കൂടിയാണ് ഇത്. വളരെ വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുറ്റത്ത് 1-2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്നതും, അതുപോലെ വിശാലമായ ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊരു വലിയ വാഹനത്തിനും ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ മുൻഭാഗത്ത് ഈ സൈഡിലായി ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് കിട്ടുന്നത്. ഇവിടെ കുറച്ച് ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്ത് കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ബഡ് പ്ലാവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിറയെ കായ്ഫലങ്ങളുള്ള ചക്ക, കാറ്റ് തുടങ്ങിയ ഒരു പ്ലാവാണ് നമുക്ക് മുൻഭാഗത്തായി കിട്ടുന്നത്. ഈ ഭാഗത്തായി ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. കിണറിൻ്റെ ഈ ഭാഗത്തായി ഇവിടെയും ഗാർഡന് വേണ്ടി പ്രത്യേകം സ്ഥലം കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുമുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി 4 സ്റ്റെപ്പുകളിലായിട്ടാണ് ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നത്. ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീട് ഒരു വിൽപ്പനയ്ക്കായി പണിത വീടല്ല, സ്വന്തം ഉപയോഗത്തിന് മാത്രം വേണ്ടി പണിത ഈ വീട് വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഓരോ വർക്കുകളും ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 2 പാളിയുടെ കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന് അകത്തേക്ക് പ്രവേശിച്ചാൽ മുൻഭാഗത്തായി ഇവിടെയാണ് ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. വളരെ വിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സീലിംഗ് ചെയ്ത് അതിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ബ്യൂട്ടിഫുള്ളാക്കി വച്ചിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ഇടയിലായി ഇവിടെ ഒരു പർഗോള സെറ്റ് ചെയ്ത്
അതിനിടയിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് അതിസുന്ദരമാക്കി വെച്ചിട്ടുള്ളതുമാണ്. ലിവിംഗ് ഏരിയയിൽ നിന്നും അകത്തേക്ക് വന്നാൽ ഇവിടെ വലിയ വിശാലമായ ഇവിടെ ഡൈനിങ് ഏരിയ, ഇവിടെ ഫാമിലി ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ വർക്കെല്ലാം ചെയ്ത്, ഗ്ലാസ് വർക്കെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ളതുമാണ്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു ഭംഗിയുള്ള ഒരു വാഷ് ഏരിയയും അതിനടിയിൽ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ചുമരുകളിൽ ഈ ഭാഗത്തായി വുഡ് വർക്കിൽ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ളതുമാണ്. ഇവിടെ വലിയ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. 3 പാളികളിലായി മനോഹരമാക്കി നിറയെ സ്റ്റോറേജ് ഏരിയ ഉള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 3 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബുകളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു മനോഹരമായ വിശാലമായ ഒരു വാഷ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ എല്ലാ ഏരിയകളിലും സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളതുമാണ്. വീടിൻ്റെ ഈ ഭാഗത്തായി മനോഹരമായ ഒരു പ്രയർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൺ ഒന്ന് കാണാം. ഗ്രാനൈറ്റിൽ കിച്ചൺ ടോപ്പ് കൊടുത്ത് അതിനടിയിൽ ധാരാളം സ്റ്റോറേജ് ഏരിയ കൊടുത്ത് മുകളിലും സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്ത് വളരെ സുന്ദര മനോഹരമാക്കിയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായ കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഒരു വർക്ക് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. വീടിൻ്റെ പിൻഭാഗത്തേക്ക് കടന്നാൽ അത്യാവശ്യം പച്ചക്കറി തോട്ടവും അലക്കുകല്ലും അങ്ങനെയുള്ള കുറച്ച് ഏരിയ നമുക്ക് പിൻഭാഗത്തായി കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിലായി ഇൻവെർട്ടറും മറ്റും വയ്ക്കുന്നതിന് ഒരു പ്രത്യേകം ഏരിയ സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ളതും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് സുന്ദരമാക്കിയിട്ടുള്ളതുമായ ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ അതിവിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളിലേക്കും ഒരു ഫ്രണ്ട് ബാൽക്കണിയിലേക്കും ഒരു ഓപ്പൺ ടെറസിലേക്കുമാണ് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും 1ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ അതിവിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ 3 വിശാലമായ വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെയും നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളതുമാണ്. നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയും അതിവിശാലമായ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇവിടെയും കിട്ടുന്നത്. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ബാത്ടബെല്ലാമുള്ള അതിവിശാലമായ ഒരു മനോഹരമായ ഒരു വാഷ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. ഇവിടെ ഗാർഡൻ എല്ലാം കെട്ടിത്തിരിച്ച് പുൽത്തകിടി പിടിപ്പിച്ച് മനോഹരമാക്കി വച്ചിട്ടുള്ള അതിവിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ
റോഡും മറ്റുള്ള വീടുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പച്ചപ്പും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പർ ലിവിംഗ് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം, ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഓപ്പൺ ബാൽക്കണി കിട്ടുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള പ്രത്യേകം ഏരിയ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്നതിന് സ്റ്റെയർ കേസ് പിടിപ്പിച്ചിട്ടുണ്ട്. 9.5 സെന്റ് സ്ഥലത്ത് 2950 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കേവലം 4 വർഷം മാത്രം പഴക്കമുള്ള ഈ യൂസ്ഡ് വീടിന് ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ബാങ്ക്, ആരാധനാലയങ്ങൾ എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 150 മീറ്ററും NH കൊരട്ടി ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്ററും ചാലക്കുടി ടൗണിലേക്ക് 7 കിലോമീറ്ററും കറുകുറ്റി അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിലേക്ക് വെറും 5 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. വഴി, വൈദ്യുതി, വെള്ളം എല്ലാം തന്നെ ഈ വീട്ടിൽ ലഭ്യമാണ്. ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത, അതും 2018 എല്ലായിടത്തും പ്രളയം ബാധിച്ചപ്പോൾ ഇവിടെ പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.